Good afternoon. Good afternoon, ma'am. Okay, ma'am. Good afternoon, ma'am. Okay, good afternoon. Okay, Anila. Good afternoon. Good day. എങ്ങനെയുണ്ടായിരുന്നു ഹരിതയെ കൊച്ചിന്റെ ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? ഒത്തിരി അടിപൊളിയായിരുന്നോ? Yes, ma'am. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോഴേ ചെലവ് വരുന്നേ ഒരു ദിവസം വിളിക്കാം. എന്താണ്? ഒരു ദിവസം വിളിക്കാം മാം. എല്ലാവരും ഒരു ദിവസം വിളിക്കണം എന്നുണ്ട്, വിളിക്കാം. എല്ലാരും ഫ്രീ ആവുന്ന എപ്പോഴാ വെച്ചാൽ നമുക്ക് അന്നേരം പറഞ്ഞാൽ മതി, വിളിക്കാം. കാരണം ഓരോ തിരക്കുകളൊക്കെ അല്ലേ. എല്ലാരും ഫ്രീ ആകുമ്പോ പറഞ്ഞാൽ മതി, വിളിക്കാം. വെക്കേഷൻ ടൈമിൽ അങ്ങനെ വിളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരണ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ ഇന്നലെ മിസ്റ്റർ 74 വരെയാണ് പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞത് അല്ലേ? 74 വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ഓക്കെ ഓക്കെ, ശരണ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ബാക്കിയുള്ളത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അൺമ്യൂട്ട് ചെയ്യണേ, അല്ല ഓൾ മ്യൂട്ട് ചെയ്യാനേ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. വരുന്നത് ഡോൺ ആണ് കേട്ടോ. DON. DON എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എന്നാണ് കേട്ടോ. ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. ഓക്കെ, അപ്പൊ ആ ഒരു പേജില് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് പറഞ്ഞിരുന്നോ മിസ്? നമ്പേഴ്സ് പറഞ്ഞിരുന്നു അല്ലെ? ഓക്കെ, പറയണ്ടല്ലോ. നെക്സ്റ്റ് പേജ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പേജില് 75 to 96 വരെ കേട്ടോ. 75 to 96 വരെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം വായിക്കാം. 75 എന്താണ് അതിന്റെ? DOS ആണ് കേട്ടോ. DOS എന്താണ്? DOS അതിന്റെ എക്സ്പാൻഷൻ എന്താണ്? ഡെഡ് ഓൺ സീൻ കേട്ടോ. ഡെഡ് ഓൺ സീൻ. ഡെഡ് ഓൺ സീൻ മീൻസ് സാധാരണ നമ്മുടെ എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്. അതായത് നമ്മൾ ആ സിറ്റുവേഷനിൽ എത്തുമ്പോ ആള് മരണപ്പെട്ടു പോവുകയാണ്. ആക്സിഡന്റ് നടന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോ അദ്ദേഹം അവിടെ മരണപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എമർജൻസി മെഡിക്കൽ സർവീസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എന്ത്? DOS, ഡെഡ് ഓൺ സീൻ എന്നത് കേട്ടോ. ഡെഡ് ഓൺ സീൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് TPT. TPT വാക്സിനേഷനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ വാക്സിൻ എടുക്കുമ്പോൾ DPT വാക്സിനേഷൻ അല്ലേ? എന്താണ് അത്? ഒന്ന് ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മുണ്ടിനീര് എന്ന് പറയും കേട്ടോ. അതായത് നമ്മുടെ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ദാറ്റ് മീൻസ് നമ്മുടെ ത്രോട്ട് ഉണ്ടല്ലോ, നമ്മുടെ ത്രോട്ടിന്റെ ആ ഒരു ലൈനിങ്ങിനൊക്കെ വരുന്ന ഒരു തരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് P എന്താണ്? പെർട്ടൂസിസ്. അതായത് വില്ലൻ ചുമ, മൂപ്പിംഗ് കഫ് എന്നൊക്കെ പറയും കേട്ടോ. മൂപ്പിംഗ് കഫ് വില്ലൻ ചുമയാണ് കേട്ടോ. പെർട്ടൂസിസ്. ദെൻ ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ ആണ് കേട്ടോ. ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. ടെറ്റനസ് ഇതുപോലെ തന്നെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. നമ്മുടെ TT എന്നൊക്കെ പറയില്ലേ? TT ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാറില്ലേ? നമ്മുടെ മുറിവെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറയില്ലേ TT എടുക്കാൻ പറയും. അതെല്ലാം ഇങ്ങനെയുള്ള മുറിവുകളിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ ബാക്ടീരിയ ഇങ്ങനെ ബാക്ടീരിയ കയറാണ് അല്ലെ? അങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് മാറി അത് ശരിയായിട്ട്, അതാണ് ടെറ്റനസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അത് ബാധിക്കും. നമ്മുടെ മസിലിനെയൊക്കെ ബാധിക്കും. മസിലൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റിഫ് ആവാൻ തുടങ്ങും. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരു വാക്സിൻ ആണ് കേട്ടോ. ആ ഒരു അവസ്ഥയിൽ ടെറ്റനസ് എന്നാണ് പറയാ. അതിനെതിരെയുള്ള വാക്സിൻ ആണ് കേട്ടോ. ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. ഇനി മറക്കരുത്, DPT എന്തൊക്കെയാണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. ഓക്കെ, കുട്ടികളുടെ വാക്സിൻ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. DPT. ഓക്കെ, അടുത്തതാണ് DSD.
DST എന്താണ് എക്സ്പാൻഷൻ? ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ് എന്നാണ് കേട്ടോ. ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. ഓക്കെ, അടുത്തതാണ് DTAP. DTAP എന്ന് പറഞ്ഞാൽ നേരത്തെ സംഭവം തന്നെയാണ് കേട്ടോ. ഒന്ന് ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് സെല്ലുലാർ പെർട്ടൂസിസ് വാക്സിൻ എന്നാണ് കേട്ടോ. സെയിം സംഭവം തന്നെയാണ് കേട്ടോ. ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് സെല്ലുലാർ പെർട്ടൂസിസ് വാക്സിൻ, ദാറ്റ് ഈസ് DTAP. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്താണ്? മുറിവ്. അതെ അതെ, മുറിവൊക്കെ വരുമ്പോഴ് പ്രത്യേകിച്ച് നമ്മള് മുറിവുണ്ടായി കഴിഞ്ഞാൽ TTD ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് അല്ലെ? എല്ലായ്പ്പോഴും അല്ല, എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല അത്യാവശ്യം വേണ്ടത് ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ TTD ഇഞ്ചക്ഷൻ പോയി എടുക്കണം. അതാണെന്നുണ്ടെങ്കിൽ ആ മുറിവിലൂടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറും. നമുക്ക് ടെറ്റനസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനാണ് ഷാനി പറയുന്നത് ആദ്യം പെരുന്നിന്റെ ലേഡീസ് എടുക്കാൻ വേണ്ടി TTD ഇഞ്ചക്ഷൻ ഒക്കെ ആദ്യം എടുക്കും. ആദ്യം തന്നെ TTD ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാറുണ്ട്. ഓക്കെ, അത്രയുള്ളൂ കേട്ടോ. അപ്പൊ അടുത്തത് DTP നേരത്തെ തന്നെ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. DTP എന്താണ്? ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് പെർട്ടൂസിസ് വാക്സിൻ. പെർട്ടൂസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ കേട്ടോ. വില്ലൻ ചുമ, മുപ്പിൻ കഫ് എന്നൊക്കെ പറയും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് DTS. സ്മോൾ എക്സ് ആണ് കേട്ടോ. DTS എന്താണെന്നറിയോ? ഡെലിറിയം ട്രെമൻസ് എന്നാണ് കേട്ടോ. ഡെലിറിയം ട്രെമൻസ് എന്ന് വെച്ചാൽ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ വിത്ത്ഡ്രോവൽ സിംറ്റം ആണ് കേട്ടോ. ഡെലിറിയം ട്രെമൻസ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരുന്ന ആളുകള് പെട്ടെന്ന് മദ്യപാനമൊക്കെ നിർത്താന്ന് വിചാരിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? വളരെ അവരുടെ ബോഡിയിലൊരു ഈ പറഞ്ഞ സിവിയർ ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ വിത്ത്ഡ്രോവൽ സിംറ്റംസുകളൊക്കെ അവർ കാണിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കണ്ടീഷൻ ആണ് കേട്ടോ ഡെലിറിയം ട്രെമൻസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് GVT എന്താണ്? ഡീപ്പ് വീനസ് ത്രോംബോസിസ് കേട്ടോ. ഡീപ്പ് വീനസ് ത്രോംബോസിസ്, ദാറ്റ് മീൻസ് ത്രോംബോ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ക്ലോട്ടിംഗ് ആണ് കേട്ടോ. ത്രോംബോപ്ലാസ്റ്റിൻ, ത്രോംബോ എന്നൊക്കെ കേൾക്കുന്ന എന്താണ്? ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് കേട്ടോ. ബ്ലഡ് ക്ലോട്ടിംഗ് ഇൻ ദ ഡീപ്പ് വെയിൻ. നമ്മുടെ വെയിനകത്തൊക്കെ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ആവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ദാറ്റ് ഇസ് കോൾഡ് ഡീപ്പ് വീനസ് ത്രോംബോസിസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് D5W. ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. നമ്മൾ IV സൊല്യൂഷൻ ഒക്കെ കൊടുക്കില്ലേ? ട്രിപ്പ് ഇടാറില്ലേ? ട്രിപ്പ് ഇടുമ്പോ IV സൊല്യൂഷൻ കൊടുക്കില്ലേ? അങ്ങനെ ഒരു IV സൊല്യൂഷൻ ആണ് കേട്ടോ. ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. ഓക്കെ, DX എന്താണ്? ഡയഗ്നോസിസ് കേട്ടോ. DX ഡയഗ്നോസിസ്, X സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. DX എന്താണ്? ഡയഗ്നോസിസ്. നെക്സ്റ്റ് വരുന്നതാണ് ECG എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെ? എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാല് നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിന് നടത്തുന്ന ടെസ്റ്റ് ആണ് അല്ലെ? ECG അല്ലെ? ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അല്ലെ? അത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് അല്ലെ? ECG ടെസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, അടുത്തതാണ് ED. ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. ED എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അതായത് കാഷ്വാലിറ്റി അല്ലെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് EDC എന്താണ്? എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. നമ്മൾ പറയില്ലേ എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയില്ലേ? ഓക്കെ, പ്രഗ്നൻസി ടൈമിലൊക്കെ പോകുന്ന സമയത്ത് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് ഡെലിവറി, എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കുഞ്ഞ് വരുന്ന സമയമാണ് അല്ലെ? ഓക്കെ, EDC എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. അടുത്തതാണ് EEG എന്താണ്? ഇലക്ട്രോ എൻസെഫാലോഗ്രാം. എന്താണ്? ഇലക്ട്രോ എൻസെഫാലോ. സെഫാലോ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സെഫാലോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? സെഫാലോ അല്ലെ? കാർഡിയോ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെഫാലോ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? അപ്പൊ ഇലക്ട്രോ എൻസെഫാലോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ ECG നേരത്തെ പറഞ്ഞില്ലേ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ, അതുപോലെ നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള ടെസ്റ്റ് ആണ് ഇലക്ട്രോ എൻസെഫാലോഗ്രാം അഥവാ EEG എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ,
നമ്മുടെ തലയിൽ ഇങ്ങനെ കുറെ ഇലക്ട്രോഡ്സുകളൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. അടുത്തത് എന്താണ് ഇ ഡോട്ട് ജി ഡോട്ട് എന്താണ് ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും അറിയാലോ എക്സാമ്പിൾ അല്ലെ. ഓക്കെ ദെൻ ഇ കെ ജി ഇലക്ട്രോ കാർഡിയോഗ്രാം മാറിപ്പോകരുത് കേട്ടോ. ഇ സി ജി എന്ന് പറഞ്ഞാലും ഇ കെ ജി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം കേട്ടോ. രണ്ടും ശരിയാണ് കേട്ടോ. ഇ സി ജി ഇ കെ ജി എന്ന് തന്നെയാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഇ എൻ ടി എല്ലാവർക്കും അറിയാം അല്ലെ. ഇ എൻ ടി എന്താണ് ഇയർ നോസ് ആൻഡ് ത്രോട്ട് അല്ലെ. ഇയർ നോസ് ആൻഡ് ത്രോട്ട്. ഇ ആർ എന്താണ് ഇ ആർ എമർജൻസി റൂം ആണ് കേട്ടോ. എമർജൻസി റൂം. അടുത്തത് ഇ ടി. ഇ ടി എന്താണ് എൻഡോട്രക്കിയൽ ട്യൂബ്. എന്താണ് endotracheal tube. That means the tube inserted into the trachea. ഇതിന് വേണ്ടിയിട്ടാണ് to provide a secure means of ventilation. Trachea എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വസന നാളമാണ് കേട്ടോ. നമ്മൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ്. അതിനെയാണ് endotracheal tube എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മള് അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന യെസ്, അതായത് നമ്മുടെ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്വസന നാളത്തിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ്. അതായത് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് രോഗിക്ക് എന്ത് വരാൻ പാടില്ല, ബ്രീത്തിങ് ഡിഫിക്കൽട്ട് വരാനായിട്ട് പാടില്ല. ശ്വസന സംബന്ധമായിട്ട് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ, നമ്മുടെ ശ്വസന നാളത്തിലോട്ട് ഒരു അതിനെ ട്രക്കിയൽ ട്യൂബ് എന്നാണ് പറയുക. എൻഡോട്രക്കിയൽ ട്യൂബ് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. അതിന് പ്രൊസീജിയർ ചെയ്യുമ്പോൾ ശ്വസന തടസ്സമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഈ മനസ്സിലായല്ലോ, എൻഡോട്രക്കിയൽ ട്യൂബ് കേട്ടോ. അടുത്തത് ഇ ടി എ. ഇ ടി എ എന്താണ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ EDC എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞ പോലെ ETA എന്താണ് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. ഓക്കെ. അടുത്തതാണ് ETOH. ETOH എന്താണ് ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ മദ്യപിക്കുന്നത് ഈഥൈൽ ആൽക്കഹോൾ ആണ് കേട്ടോ. ETOH കേട്ടോ, ഈഥൈൽ ആൽക്കഹോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യം അതാണ് കേട്ടോ, ഈഥൈൽ ആൽക്കഹോൾ ആണ്. പിന്നെ ETT. ET എന്ന് പറഞ്ഞാലും ETT സെയിം തന്നെയാണ് കേട്ടോ, എൻഡോട്രക്കിയൽ ട്യൂബ്. ഓക്കെ. ഇതെന്താണ് ഡിഗ്രി ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റ് എന്തിന്റെ യൂണിറ്റ് ആണ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്തിന്റെ യൂണിറ്റ് ആണ്, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയില്ലേ, അതുപോലെ ഡിഗ്രി ഫാരൻഹീറ്റ് ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നമ്പർ പറയട്ടെ, നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. 75 കേട്ടോ, 75 76 79 80 84 89 92 96. അതുകൊണ്ട് പറയാം കേട്ടോ, 75 76 79 80 84 89 92 96. ഓക്കെ, മാർക്ക് ചെയ്തോ? കിട്ടിയോ എല്ലാവർക്കും? ഒന്ന് വായിച്ചു നോക്കിയേ, ആ ഒരു പേജ് ഒന്ന് വായിച്ചു നോക്കിയേ. ഞാനിപ്പോ വരാം കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് നമുക്ക് കടക്കാം കേട്ടോ. അടുത്ത പേജില് 97 തൊട്ട് 120 വരെയാണ് കേട്ടോ. 97 to 120 വരെയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. വായിക്കാം. FiO2. FiO2 എന്താണ്? എക്സ്പാൻഷൻ, ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എന്നാണ് കേട്ടോ. ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ. ദാറ്റ് മീൻസ് ദ പെർസെന്റേജ് ഓഫ് ഓക്സിജൻ എ പേഴ്സൺ ഇൻഹേൽസ്. അതായത് ഒരു വ്യക്തി, ഒരു പേഴ്സൺ നമ്മൾ ശ്വസിക്കില്ലേ, ഇൻഹെയിൽ ചെയ്യുമ്പോൾ അകത്തേക്ക് എടുക്കുന്ന ഓക്സിജന്റെ പെർസെന്റേജ് ഇതാണ് കേട്ടോ. ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ദാറ്റ് എ പേഴ്സൺ ഇൻഹെയിൽസ്. ഒരു വ്യക്തി ഇൻഹെയിൽ ചെയ്യുമ്പോൾ, ശ്വസിക്കുമ്പോൾ അവരുടെ അകത്തേക്ക് ഇൻഹെയിൽ ചെയ്യുന്ന ആ ഒരു ഓക്സിജൻ പെർസെന്റേജ് ആണ് FiO2 എന്ന് പറയുന്നത് കേട്ടോ. ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ. ഓക്കെ, അടുത്തതാണ് FBS. FBS എന്താണ്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. നമ്മൾ ഭക്ഷണത്തിന് മുൻപ് നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് എടുക്കില്ല, അതിന് നമ്മൾ ഫാസ്റ്റിംഗ് അല്ലേ പറയാം. ഫാസ്റ്റിംഗ് അല്ലെ, ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും മുമ്പ് എടുക്കുന്നതാണ്. സോ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അടുത്തത് FE. FE എന്തിന്റെ സിമ്പിൾ ആണ്? അയേൺ ആണ് കേട്ടോ. അയേണിന്റെ സിമ്പിൾ ആണ് FE കേട്ടോ. ക്യാപിറ്റൽ എഫും സ്മോൾ ഇ. അടുത്തതാണ് FHR. FHR എന്താണ്? ഫീറ്റൽ ഹാർട്ട് റേറ്റ് കേട്ടോ. ഫീറ്റൽ ഹാർട്ട് റേറ്റ് ദാറ്റ് മീൻസ് ഗർഭാശയ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ് ആണ് കേട്ടോ. പെർ മിനിറ്റ് ആണ്, ഹാർട്ട് റേറ്റ് ആണ് പറയുന്നത്. ദാറ്റ് മീൻസ് ബീറ്റ്സ് പെർ മിനിറ്റ്. ഗർഭാശയ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിലെ ഗർഭാശയ കുഞ്ഞിന്റെ എന്താണ്? ഹാർട്ട് ബീറ്റ് കേട്ടോ, എണ്ണമാണ്. ഓക്കെ, ഇതാണ് ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. FHT എന്താണ്? ഫീറ്റൽ ഹാർട്ട് ടോൺസ് ആണ്. ഫീറ്റൽ ഹാർട്ട് ടോൺ എന്ന് പറഞ്ഞാൽ സൗണ്ട്സ് ആണ്. സൗണ്ട്സ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഹാർട്ട് ബീറ്റ് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു സ്പീഡാണ്, സ്പീഡ് ഓഫ് ബേബീസ് ഹാർട്ട് ബീറ്റ്. അതാണ് ഫീറ്റൽ ഹാർട്ട് ടോൺ എന്ന് പറയുന്നത്. ടോണും റേറ്റും വ്യത്യാസമുണ്ട് കേട്ടോ. റേറ്റ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ബീറ്റ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിലുള്ള ഹാർട്ട് ബീറ്റുകളുടെ എണ്ണമാണ് ഹാർട്ട് ബീറ്റ്, ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. ഫീറ്റൽ ഹാർട്ട് ടോൺ എന്ന് പറഞ്ഞാല് സൗണ്ട് ആണ്. സൗണ്ട് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട് അഥവാ സ്പീഡാണ്. സ്പീഡ് ഓഫ് ഹാർട്ട് ബീറ്റ്. ആ ഹാർട്ട് ബീറ്റിന്റെ സ്പീഡ് എത്രത്തോളം, അതാണ് ടോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫീറ്റൽ ഹാർട്ട് ടോൺസ്. ഓക്കെ, അടുത്തതാണ് FHX. FHX എന്താണ്? ഫാമിലി ഹിസ്റ്ററി. ഇതാണ് ഫാമിലി ഹിസ്റ്ററി കേട്ടോ. FHX മീൻസ് ഫാമിലി ഹിസ്റ്ററി. അടുത്തതാണ് FL. സ്മോൾ ലെറ്റർ എഫും ക്യാപിറ്റൽ എല്ലും ആണ്. FL എന്താണ്? ഫെംറ്റോലിറ്റർ. ഫെംറ്റോലിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ് കേട്ടോ. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ് അത്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ വോളിയം ഓഫ് നമ്മുടെ ബ്ലഡ് സെല്ലുകളൊക്കെ ഉണ്ടല്ലോ, ബ്ലഡ് സെല്ലുകൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ് അങ്ങനെയുള്ള ബ്ലഡ് സെല്ലുകളുടെ ഒക്കെ വോളിയം നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഫെംറ്റോലിറ്റർ എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിക്കൊന്നുമില്ല കേട്ടോ, കണ്ടു പോകുന്നത് മാത്രമാണ്. FL എന്താണ്? ഫെംറ്റോലിറ്റർ ആണ്. അതൊരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ്. അത് മെഷർ ചെയ്യുന്നത് വോളിയം ആണ് കേട്ടോ. വോളിയം ഓഫ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. നമ്മുടെ ബ്ലഡിനകത്തുള്ള ബ്ലഡ് സെൽ ഉണ്ടല്ലോ, രക്തകോശങ്ങൾ, അതിന്റെയൊക്കെ വോളിയം അത് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഫെംറ്റോലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് FL? FL എന്താണ്? ഫ്ലൂയിഡ് ആണ്. FLD അതും ഫ്ലൂയിഡ് ആണ്. FLD എന്താണ്? എക്സ്പാൻഷൻ, ഫ്ലൂയിഡ് ആണ്. അടുത്തതാണ് FSH. ക്യാപിറ്റൽ FSH എന്താണ്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അണ്ടോൽപാദനത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് കേട്ടോ. സ്ത്രീകളിലെ അണ്ടോൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് FSH. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നെക്സ്റ്റ് FX എന്താണ്? ഫ്രാക്ചർ. എന്താണ്? ഫ്രാക്ചർ. ഓക്കെ, സ്മോൾ g എന്താണ്? ഗ്രാം. സ്മോൾ g എന്താണ്? ഗ്രാം ആണ് കേട്ടോ, ഗ്രാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് GB. ക്യാപിറ്റൽ ലെറ്റർ ആണ് GB. ഗോൾ ബ്ലാഡർ അല്ലെ, ഗോൾ ബ്ലാഡർ, പിത്തസഞ്ചി അല്ലെ, പിത്താശയം എന്നൊക്കെ നമ്മൾ പറയില്ല, സംഭവമാണ് കേട്ടോ. GB ഗോൾ ബ്ലാഡർ. GI നമുക്കറിയാം, ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ, GI ട്രാക്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് അല്ലെ, ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ. അടുത്തത് GM ഗ്രാം ആണ്. GM ഗ്രാം. അടുത്തത് സ്മോൾ GR ഗ്രെയിൻ എന്നാണ് കേട്ടോ. ഗ്രെയിൻ. ഗ്രെയിൻ മീൻസ് ഗ്രെയിൻ എന്ന് പറയുമ്പോൾ ധാന്യം എന്നുള്ള അർത്ഥമുണ്ട്.
പിന്നെ നമ്മൾ മൈഗ്രെയിൻ ഒക്കെ വരില്ലേ, ആ സമയത്തൊക്കെ ഉപയോഗിക്കുന്ന മെഡിസിൻ, അതിന്റെ പേര് ഗ്രെയിൻ എന്ന് കാണും കേട്ടോ. ഗ്രെയിൻ, GR ഗ്രെയിൻ. അടുത്തത് GSW, ഗൺ ഷൂട്ട് വൂണ്ട് എന്നാണ് കേട്ടോ. ഗൺ ഷൂട്ട് വൂണ്ട്. ഓക്കെ, വെടിയുടെ മൂലം ഉണ്ടാകുന്ന മുറിവുകൾ കേട്ടോ. ഗൺ ഷൂട്ട് വൂണ്ട്. GTT, സ്മോൾ ലെറ്റർ ആണ്. GTT, ഡ്രോപ്സ്. ഇത്ര GTT എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇത്ര ഡ്രോപ്സ് എന്നാണ് കേട്ടോ. ഡ്രോപ്സ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ GTT എന്താണ്? ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ്. അതായത് ഗ്ലൂക്കോസ് tolerance test. That means that it's the body's ability, body's ability to regulate the blood sugar. ഒരു ബോഡിക്ക് അതിന്റെ ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ബോഡിയുടെ എബിലിറ്റിനെയാണ് നമ്മൾ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. GTT, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. That is the ability of a body to regulate the blood sugar. അടുത്തതാണ് GU, ക്യാപിറ്റൽ ലെറ്ററാണ് GU. ജെനിറ്റോ യൂറിനറി ആണ് കേട്ടോ. ജെനിറ്റോ, that means refers to genital and urinary ട്രാക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ജെനിറ്റൽ ഓർഗൻസ്, യൂറിനൽ ഓർഗൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ. GU, ജെനിറ്റോ യൂറിനറി. GY എന്താണ്? ഗൈനക്കോളജി ആണ് കേട്ടോ. GY എന്താണ്? ഗൈനക്കോളജി. സ്മോൾ ലെറ്റർ വെച്ച് എന്താണ്? അവർ ആണ് കേട്ടോ. അവർ. ഓക്കെ, ദെൻ ക്യാപിറ്റൽ H ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെറും H എഴുതി കഴിഞ്ഞാലും ക്യാപിറ്റൽ H എഴുതി കഴിഞ്ഞാലും എക്സ്പാൻഷൻ ഹൈപ്പോഡെർമിക് എന്നാണ് കേട്ടോ. ഇതാണ് ഹൈപ്പോഡെർമിക്. ഡെർമിക്, ഡെർമറ്റോളജി. ഡെർമിക് എന്ന വാക്ക് എന്താണ്? ഡെർമറ്റോളജി എന്ന് പറയുന്നത് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. ഹൈപ്പോ എന്ന് പറയുമ്പോൾ എന്താണ്? ലോ ലെവലാണ്. അപ്പൊ ഹൈപ്പോഡെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അണ്ടർ ദ സ്കിൻ, നമ്മുടെ സ്കിന്നിന്റെ താഴെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എനിത്തിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു അണ്ടർ ദ സ്കിൻ കേട്ടോ. നമ്മുടെ സ്കിന്നിന്റെ താഴെയുള്ള എന്തുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഹൈപ്പോഡെർമിക്. ഹൈപ്പോഡെർമിക് നീഡിൽ എന്നൊക്കെ പറയുന്നത്, ഹൈപ്പോഡെർമിക് നീഡിൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? ദാറ്റ് മീൻസ് ദി ഇൻജെക്ഷൻ ദാറ്റ് ഇസ് ഇൻസേർട്ടഡ് ഇൻടു ദ അണ്ടർ ദ സ്കിൻ ആണ് അല്ലെ. നമ്മുടെ സ്കിന്നിന്റെ താഴത്തേക്കായിട്ട് സ്കിന്നിന്റെ ആ തൊട്ട് താഴെയുള്ള ലെയറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻജെക്ഷൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നീഡിലിനെ ഹൈപ്പോഡെർമിക് നീഡിൽ എന്നാണ് പറയുക. ഹൈപ്പോഡെർമിക് എന്ന് കേട്ട് കഴിഞ്ഞാൽ ദാറ്റ് എന്താണ്? That refers to substance, anything that is related to under the skin ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന്റെ തൊട്ട് താഴെയായിട്ട് ബന്ധപ്പെട്ട ഇതിനെ നമുക്ക് ഹൈപ്പോഡെർമിക് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? മാർക്ക് ചെയ്തോളൂ കേട്ടോ. നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. 98 കേട്ടോ. 98 മാർക്ക് ചെയ്തോളൂ. 98, 100, then 104, 104 കേട്ടോ. 104, 105, 105 മാർക്ക് ചെയ്യാം. 109, 109, 110, 110, 110, 113, 113, 117, 117. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് പറയാം 98, 100, 104, 105, 109, 110, 130 and 117. 117 കിട്ടിയോ? നമ്പേഴ്സ് കിട്ടിയോ? ഓക്കെ ആണോ? കറക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റാണ്. വായിച്ചു നോക്കി, വായിച്ചു നോക്കൂ. നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജില് നമുക്ക് 121 തൊട്ടാണ് കേട്ടോ. 121 തൊട്ട് 143, ഓക്കെ, 143 വരെയാണ് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ H ആൻഡ് H കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ ആണ്. H ആൻഡ് H എന്താണ്? ഹീമോഗ്ലോബിൻ ആൻഡ് ഹിമാറ്റോക്രിറ്റൻ ആണ് കേട്ടോ. ഹീമോഗ്ലോബിൻ ആൻഡ് ഹിമാറ്റോക്രിറ്റൻ. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? HB ലെവലൊക്കെ കേട്ടിട്ടില്ലേ? That means it is the protein in the RBC അല്ലെ.
നമ്മുടെ RBC, നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് എന്ത്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്, HB അല്ലെ. Then hematocrit എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? It is the percentage by volume of RBC in the blood. കേട്ടോ, നമ്മുടെ ടോട്ടൽ ബ്ലഡിനകത്തുള്ള RBCയുടെ വോളിയം ആണ്. That means percentage by volume. കേട്ടോ, അതായത് ബ്ലഡിനകത്തുള്ള RBCയുടെ ആ ഒരു വോളിയം, അതാണ് ഹെമാറ്റോക്രിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേട്ടോ, അപ്പൊ H means the hemoglobin and hematocrit എന്നാണ്. അടുത്തത് H&P. H&P എന്താണ് എക്സ്പാൻഷൻ? ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. എന്താണ് ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ? ഓക്കെ. അടുത്തത് H/A. H/A എന്താണ്? ഹെഡ് ഏക്ക്. കേട്ടോ, അതാണ് ഹെഡ് ഏക്ക്. H/A ഹെഡ് ഏക്ക്. അടുത്തത് HB അറിയാലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹീമോഗ്ലോബിൻ അല്ലെ, ഹീമോഗ്ലോബിൻ. HCT ഹിമാറ്റോക്രിറ്റ് അല്ലെ, HB ഹീമോഗ്ലോബിൻ, HCT എന്താണ്? ഹിമാറ്റോക്രിറ്റ്. ഓക്കെ. HG എന്താണ്? മെർക്കുറി അല്ലെ, മെർക്കുറി. നമ്മുടെ ഈ തെർമോമീറ്റർ, മെർക്കുറി തെർമോമീറ്റർ ഒക്കെ നിങ്ങൾ കണ്ടോ, പണ്ടത്തെ തെർമോമീറ്റർ. ഓക്കെ, അതിനകത്ത് മെർക്കുറി ആണ് ഉള്ളത് അല്ലെ. അപ്പൊ മെർക്കുറിയുടെ ആ ഒരു സിംബലാണ് HG. നേരത്തെ നമ്മൾ അയണിന്റെ പഠിച്ചില്ല, അയൺ എന്തായിരുന്നു? Fe ആണ് അല്ലെ. മെർക്കുറി HG ആണ് കേട്ടോ. അടുത്തത് HGB ഹീമോഗ്ലോബിൻ. അപ്പൊ ഹീമോഗ്ലോബിൻ നമുക്ക് HB എന്ന് പറയാം, HGB എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? ഹീമോഗ്ലോബിൻ. ഓക്കെ. അടുത്തതാണ് HHന്റെ അടുത്തൊന്നും ഇല്ല കേട്ടോ, അടുപ്പിച്ചാണ്. HH എന്താണ്? ഹിയാറ്റൽ ഹെർണിയ. അതാണ് ഹിയാറ്റൽ ഹെർണിയ. ഹിയാറ്റൽ ഹെർണിയ എന്ന് പറയുമ്പോൾ സ്റ്റൊമക് ഹെർണിയ എന്നൊക്കെ പറയും. സ്റ്റൊമക് ഹെർണിയ എന്ന് വെച്ചാൽ the part of stomach that bulges into the chest. നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് നമ്മൾ സാധാരണ ഹെർണിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡയാലിസിസിലൊക്കെ പഠിച്ചില്ലേ, ഹെർണിയ കുടലിറക്കം എന്നാണ് പറയുക, താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയാണ്. ഇത് എന്ന് പറയുമ്പോൾ ഹിയാറ്റൽ ഹെർണിയ മീൻസ് സ്റ്റൊമക് ഹെർണിയ എന്ന് പറയും. എന്ന് വെച്ചാൽ പാർട്ട് ഓഫ് സ്റ്റൊമക് ദാറ്റ് ഇസ് ബൾജസ് ഇൻടു ദ ചെസ്റ്റ്. അതായത് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഒരു ഭാഗം നമ്മുടെ ചെസ്റ്റിന്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ. അതിനെയാണ് ഹിയാറ്റൽ ഹെർണിയ എന്നാണ് പറയുന്നത് കേട്ടോ. ഹിയാറ്റൽ ഹെർണിയ അഥവാ സ്റ്റൊമക് ഹെർണിയ എന്നും പറയും കേട്ടോ. അടുത്തതാണ് HIV. HIV എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് കേട്ടോ. HIV എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ. എക്സിന് കാരണമാകുന്ന വൈറസ് ആണ് അല്ലെ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ. H2O. ശരിക്കും ഈ 2 വരേണ്ടത് താഴെയായിട്ടാണ് കേട്ടോ. അപ്പൊ നേരെയാണ് എഴുതിയിരിക്കുന്നത്. H2 എന്ന് പറയുമ്പോൾ 2 സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ Hന്റെ വലത് സൈഡില് താഴെയായിട്ടാണ് നമ്മൾ 2 എഴുതേണ്ടത്. H2O നേരിട്ടാണ് എഴുതി വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ. H2O ഇതിന്റെ സിമ്പിൾ അല്ല, ഇതിന്റെ ഫോർമുല വാട്ടർ കേട്ടോ. H2O സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. H2O മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ, വാട്ടർ ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് H2O2. ഈ 2 ഒക്കെ വരുന്നത് സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് കേട്ടോ. അതായത് താഴെ വലതുവശത്തായിട്ടാണ് വരുന്നത് H2O. ഓക്കെ. H2O2 എന്താണ് സംഭവം? ഹൈഡ്രജൻ പെറോക്സൈഡ് കേട്ടോ. എന്താണ് ടെക്സ്റ്റിൽ കറക്റ്റ് ആണ്, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ആന്റിസെപ്റ്റിക് ആണ് അല്ലെ. നമ്മൾ ഈ കുഴിനകമൊക്കെ വരില്ലേ, കയ്യിലും കാലിലൊക്കെ നമ്മൾ കുഴിനകം വരുന്ന സമയത്ത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് ഒഴിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള അണുക്കൾ മറ്റും ഇങ്ങനെ പതഞ്ഞ് പുറത്തോട്ട് വരും. പത വരും അതിന്. ഓക്കെ. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അത്? ഹൈഡ്രജൻ പെറോക്സൈഡ് അതെ തന്നെ പതഞ്ഞു പോകും. അതായത് പ്രത്യേകിച്ച് കുഴിനകമൊക്കെ വരുന്ന സമയത്ത്, അല്ലാണ്ട് നമുക്ക് മുറിവിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ആന്റിസെപ്റ്റിക് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഇതിനാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അതിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ ഉള്ളിലെ കടുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പതഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ വരും. പ്രത്യേകിച്ച് അതുകൊണ്ടാണ് നമ്മൾ നെഗൊക്കെ വെട്ടുമ്പോ ഒത്തിരി ഇങ്ങനെ സൈഡിലോട്ട് കോർണറിലോട്ട് നമ്മളിങ്ങനെ ആഴ്ത്തി വെട്ടരുതെന്ന് പറയും അല്ലെ. അങ്ങനെ വെട്ടുമ്പോൾ എന്തുണ്ടാവും? ഈ വെള്ളമൊക്കെ കയറി ഇറങ്ങി ചെല്ലാനായിട്ട് എളുപ്പമാണ്. ചെളിയൊക്കെ പ്രത്യേകിച്ച് എന്താണ് ചെളിക്ക് മണ്ണിനൊക്കെ ഇങ്ങനെ പെരുമാറുന്ന ആളുകൾ, അല്ലാതെയുള്ള ആളുകൾക്ക് എന്ത് വരുന്നുണ്ട്? കുഴിനകത്തേക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഈ പറയുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ്. അറിയാവുന്നതാണ്. പിന്നെ അടുത്തത് എന്താണ്? HPI.
HPI എന്താണ്? ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് എന്നാണ് കേട്ടോ. ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. പിന്നെ HR, സ്മോൾ HR ആണ് കേട്ടോ. അവർ, ഓക്കെ, അവർ എന്നാണ്. HS എന്താണ്? അറ്റ് ബെഡ് ടൈം. ഇതാണ് അറ്റ് ബെഡ് ടൈം. ഓക്കെ. HTN, ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൈ ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. ഹൈപ്പർ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഹൈപ്പർ എന്ന് കേട്ട ഹൈ ലെവലാണ്, ഹൈപ്പോ എന്ന് കേട്ട ലോ ലെവലാണ്. ഓക്കെ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. ഉയർന്ന രക്തസമ്മർദ്ദം. HX, ഹിസ്റ്ററി. HX, ഹിസ്റ്ററി. നമ്മൾ നേരത്തെ FHS പഠിച്ചില്ലേ? FHS ഫാമിലി ഹിസ്റ്ററി എന്നല്ലേ പഠിച്ചേ? അപ്പൊ HX എന്താണ്? ഹിസ്റ്ററി ആണ് കേട്ടോ. HZ എന്താണ്? ഹെഡ്സ്. ഹെഡ്സ് എന്തിന്റെ യൂണിറ്റ് ആണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് കേട്ടോ. ആവൃത്തി, ഫ്രീക്വൻസി. ഈ അൾട്രാസൗണ്ട് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കില്ലേ? അവിടെ ഫ്രീക്വൻസിയാണ് നമ്മൾ പറയുന്നത്. ഹെഡ്സ് എന്നാണ് പറയുന്നത്. ഹെഡ്സ് കേട്ടോ. HZ, ഹെഡ്സ് എന്നത് യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. അടുത്തതാണ് I and O, ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. എന്താണ്? ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് കേട്ടോ. അടുത്തതാണ് IC. ICയുടെ എക്സ്പാൻഷൻ, 3 എക്സ്പാൻഷൻ ആണുള്ളത്. ഒന്ന് ഇൻട്രാകാർഡിയാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ഇന്ററും ഇൻട്രായും കേട്ടോ. ഇപ്പൊ നേരത്തെ ഹൈപ്പറും ഹൈപ്പോ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇൻട്രായും ഇന്ററും. ഇൻട്രാ എന്ന് പറഞ്ഞാൽ വിത്തിൻഡ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇൻട്രാ മീൻസ് വിത്തിൻഡ എന്നുള്ള അർത്ഥമാണ്. വിത്തിൻഡ, ഓക്കെ, അകത്ത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇൻട്രാ കാർഡിയാക് എന്ന് പറയുമ്പോൾ എന്താണ്? വിത്തിൻഡ ഹാർട്ട്. വിത്തിൻഡ ഹാർട്ട്. ഓക്കെ. പിന്നെ മറ്റൊരു എക്സ്പാൻഷൻ എന്താ അറിയോ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഇൻഹേൽ ചെയ്യാനുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം വോളിയം ഓഫ് എയർ ആണ് കേട്ടോ. ദാറ്റ് ക്യാൻ ബി എന്താണ്? ഇൻഹേൽഡ് ആഫ്റ്റർ നോർമൽ എക്സലേഷൻ. അതായത് നമ്മളൊരു ശ്വാസം എടുക്കുന്നു, നമ്മളത് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് വിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇൻഹേൽ ചെയ്യാണ്. അപ്പൊ നമുക്ക് എത്രത്തോളം മാക്സിമം എത്രത്തോളം നമുക്ക് ഇൻഹേൽ ചെയ്യാനായിട്ട് സാധിക്കുന്നോ ആ വോളിയം ഓഫ് എയർ കേട്ടോ. അതാണ് എന്ത്? അതെ, ശ്വസന ശേഷി, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ദ മാക്സിമം വോളിയം ഓഫ് എയർ ആണ് കേട്ടോ. ദാറ്റ് ക്യാൻ ബി ഇൻഹേൽഡ് ആഫ്റ്റർ ആൻ എക്സലേഷൻ. ഓക്കെ. ദെൻ ഇറിറ്റബിൾ കോളൻ. കോളൻ എന്ന വാക്ക് എന്താണ്? നമ്മുടെ കുടലുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് അല്ലെ. ഇറിറ്റബിൾ കോളൻ, അങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ട് കേട്ടോ. അടുത്തതാണ് ICP. ICP എന്താണെന്ന് അറിയോ? ഇൻട്രാക്രാനിയൽ പ്രഷർ. ക്രാനിയം എന്താണ്? ശരിക്കും ഇവിടെ തലച്ചോറിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതാണ്. തലയോട്ടി എന്നൊക്കെ പറയുന്ന ക്രാനിയമാണ് കേട്ടോ. ക്രാനിയം. അപ്പൊ ഇൻട്രാക്രാനിയൽ പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷർ ഇൻസൈഡ് ദ ക്രാനിയം. ഈ ഒരു ബ്രെയിനിന്റെ ചുറ്റുമുള്ള അവിടെ അനുഭവപ്പെടുന്ന, അതിനകത്ത് അനുഭവപ്പെടുന്ന ആ ഒരു പ്രഷർ ആണ് അല്ലെ. നേരത്തെ നമ്മൾ ഇൻട്രാകാർഡിയക് വിത്തിൻ ദ ഹാർട്ട് എന്നാ പറഞ്ഞത്. അതുപോലെ ഇൻട്രാക്രാനിയൽ പ്രഷർ മീൻസ് ദ പ്രഷർ ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ക്രാനിയം. ഓക്കെ. ICU എല്ലാവർക്കും അറിയാം, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അടുത്തതാണ് IDDM. IDDM എന്താണ്? ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് കേട്ടോ. ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയും കേട്ടോ. ടൈപ്പ് 1 ഡയബറ്റിസ് ആണ് IDDM, ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. അടുത്തതാണ് IM. IM എന്താണ്? ഇൻട്രാമസ്കുലാർ. എന്താണ്? ഇൻട്രാമസ്കുലാർ. ദാറ്റ് മീൻസ് വിത്തിൻ ദ മസിൽ എന്നർത്ഥം കേട്ടോ. വിത്തിൻ ദ മസിൽ. ഓക്കെ. ഇൻട്രാമസ്കുലാർ. നമ്പേഴ്സ് നോട്ട് ചെയ്തോളൂ കേട്ടോ. നമ്പേഴ്സ് നോട്ട് ചെയ്യാം. 122, 122 കേട്ടോ. 122, 123, 124, 127, 129, 130, 135, 136, 138, 141 and 142. Okay. ഒന്നുകൂടെ നമ്പേഴ്സ് പറയാം. 122, 123, 124, 127, 129, 130, 135, 136, 138, 141 and 142. Okay, clear?
കിട്ടിയ എല്ലാവർക്കും നെബുലസ വായിച്ചു നോക്കി. ഓക്കെ, വായിച്ചോ, വായിച്ചു നോക്കിയോ? നെക്സ്റ്റ് പേജ് നോക്കാം. 144 തൊട്ട് 165 വരെയാണ് കേട്ടോ. ഫസ്റ്റ് വൺ IO. IO എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാ ഓസിയസ് എന്നാണ് കേട്ടോ. ഇൻട്രാ ഓസിയസ്. ഓക്കെ, ഇൻട്രാ ഓസിയസ്. ഇൻട്രാ ഓസിയസ് മീൻസ് എന്താണ്? വിത്തിൻ ദ മസിൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മള് ഡയറക്ട്ലി ഇൻ ടു ദ മസിൽ അല്ല, ഡയറക്ട്ലി ഇൻ ടു ദ ബോൺ മാരോ, അസ്ഥിമജ്ജ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പൊ ഇൻട്രാ ഓസിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മള് ഇൻസർഷൻ ഓഫ് എ നീഡിൽ ഓർ സിറിഞ്ച് ഡയറക്ട്ലി ഇൻ ടു ദ ബോൺ മാരോ, നമ്മുടെ അസ്ഥിമജ്ജയിലോട്ടൊക്കെ നമ്മള് നീഡിലോ അല്ലെങ്കിൽ സിറിഞ്ചൊക്കെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മള് ഇൻട്രാ ഓസിയസ് എന്നാണ് പറയുക. ഇൻട്രാ ഓസിയസ് കേട്ടോ. ഓക്കെ, ഇൻസർഷൻ ഇൻ ടു ദ ബോൺ മാരോ കേട്ടോ. കടുപ്പമുള്ളതോ അല്ലെങ്കിൽ അസ്ഥിമയമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ഇൻട്രാ ഓസിയസ് എന്നാണ് പറയുന്നത്. അടുത്തതാണ് IPPB. IPPB എന്താണ്? ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് എന്നാണ് കേട്ടോ. ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്, അതൊരു ബ്രീത്തിങ് ടെക്നിക് ആണ് കേട്ടോ. ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് എന്ന് പറഞ്ഞാല് ഒരു ബ്രീത്തിങ് ടെക്നിക് ആണ്. ഓക്കെ, അടുത്തതാണ് IUB. IUB എന്താണ്? ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്നാണ് കേട്ടോ. ഇൻട്രായൂട്രൈൻ ഡിവൈസ് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് കോൺട്രാസെപ്റ്റീവ് ആണ് കേട്ടോ. ഈ ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് പ്ലാസ്റ്റിക് ഒരു T ഷേപ്ഡ്, കോപ്പർ T എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. കോപ്പർ T എന്ന് പറയുന്നത് ഒരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ്. ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്രൈൻ, അതായത് ഇൻട്രായൂട്രൈൻ ആണ്. അതായത് ഒരു യൂട്രസിന്റെ അകത്താണത്, യൂട്രസിന്റെ അകത്തായിട്ടാണ് നമ്മളത് ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. കോപ്പർ T എന്നൊക്കെ പറയും. ദാറ്റ് മീൻസ് ഒരു പ്ലാസ്റ്റിക് T ഷേപ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. ദാറ്റ് ഇസ് എ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ് കേട്ടോ. ഗർഭനിരോധന ഡിവൈസ് ആണ്. അടുത്തതാണ് IV. IV എന്താണ്? ഇൻട്രാവെനസ് കേട്ടോ. ഇൻട്രാവെനസ്. IV ഫ്ലൂയിഡ്, IV ആന്റിബയോട്ടിക് എന്നൊക്കെ പറയുമ്പോൾ ഇൻട്രാവെനസ്. ദാറ്റ് മീൻസ് ഡയറക്ട്ലി ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ. നമ്മൾ നേരിട്ട് വെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാണ്. എന്ത് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ എഫക്റ്റീവ് ആണ് IV ആയിട്ട് കൊടുക്കുന്നത്. ഡയറക്റ്റ് ഇതിലേക്ക് വരുന്ന ബ്ലഡിലോട്ടാണ് ഇടപെടുന്നത് അല്ലെ. IV ആണ് അല്ലെ. ഇൻട്രാവെനസ്. ഇൻട്രാവെനസ്. ഓക്കെ, മറക്കരുത്. അടുത്തതാണ് JVD. എന്താണ് JVD? ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ എന്നാണ് കേട്ടോ. ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ. ജുഗുലാർ വെയിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ജുഗുലാർ വെയിൻ ദാറ്റ് മീൻസ് ലാർജ് വെയിൻ ആണ് കേട്ടോ. ലാർജ് വെയിൻ ഇൻ ദ നെക്ക്. നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന വലിയൊരു വെയിൻ ഉണ്ടല്ലോ, അതാണ് ജുഗുലാർ വെയിൻ എന്ന് പറയുന്നത്. ജുഗുലാർ വെയിൻ വീനസ് ഡിസ്റ്റൻഷൻ എന്ന് പറഞ്ഞാല് ഒരു വിസിബിൾ സ്വെല്ലിംഗ് ആണ്. സ്വെല്ലിംഗ് അല്ലെങ്കിൽ എന്താ പറയാ, ബൾജിങ് ആണ് കേട്ടോ. ബൾജിങ് ഓഫ് ദ ജുഗുലാർ വെയിൻ. ജുഗുലാർ വെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ നെക്കിന്റെ ഭാഗത്തെ കാണപ്പെടുന്ന വെയിൻ ആണത്. ലാർജ് വെയിൻ ആണ്. അപ്പൊ അത് ജുഗുലാർ വീനസ് ഡിസ്റ്റൻസ് വീക്കം. അതായത് ഡിസ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ സ്വെല്ലിംഗ് അല്ലെങ്കിൽ ബൾജിങ് ഓഫ് ദ ജുഗുലാർ വെയിൻ ആണ് കേട്ടോ. അത് ഹാർട്ട് ഫെയിലിയറിനെയാണ് കാണിക്കുന്നത്. ഹാർട്ട് ഫെയിലിയർ ആവുന്ന സമയത്തൊക്കെ ആ വെയിൻ ഇങ്ങനെ ബൾജ് ചെയ്ത് വരാനായിട്ട് തുടങ്ങും. ഓക്കെ, അടുത്തതാണ് K+. K+ എന്താണ്? പൊട്ടാസ്യം. പ്ലസ് എന്ന് വേണ്ടതില്ല, K എന്ന് മതി. ഓക്കെ, ടെക്സ്റ്റിൽ K+ എന്ന് കിട്ടണ്ട, പൊട്ടാസ്യം ആണ് കേട്ടോ. പ്ലസ് ഒക്കെ കാണുമ്പോൾ അയൺ ആണ് സൂചിപ്പിക്കുന്നത്. അയൺ ഉണ്ടോ? ഏത് അയൺ?
ഇരുമ്പെന്നുള്ള അയൺ അല്ല, അയോൺ എന്നുള്ളത്. ഓക്കെ, കെ പ്ലസ് പൊട്ടാസ്യം കേട്ടോ, പൊട്ടാസ്യം. നമ്മൾ Fe പഠിച്ചു, അയൺ ആണ്, Hg മെർക്കുറി ആണ്, കെ പൊട്ടാസ്യം ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് KCl. KCl എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ് കേട്ടോ. പൊട്ടാസ്യം ക്ലോറൈഡ് നമ്മൾ ഇന്ദുപ്പ് എന്നൊക്കെ പറയും, ഇന്ദുപ്പ് അല്ലെ, പൊട്ടാസ്യം ക്ലോറൈഡ് കേട്ടോ. നെക്സ്റ്റ് kg എല്ലാവർക്കും അറിയാലോ എന്താണ്? കിലോഗ്രാം അല്ലെ, കിലോഗ്രാം. അടുത്തത് KUB, നോട്ട് ചെയ്ത് വെക്കുന്നു കേട്ടോ. KUB എന്താണ്? കിഡ്നീസ്, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ എന്നാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മാറ്റിയൊക്കെ തരൂ കേട്ടോ. KUB എന്താണ്? കിഡ്നി. യു എന്താണ്? യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ കേട്ടോ. കിഡ്നി, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ. ഓക്കെ, then KVO എന്താണ്? എക്സ്പാൻഷൻ. കീപ് വെയിൻ ഓപ്പൺ എന്നാണ് കേട്ടോ. കീപ് വെയിൻ ഓപ്പൺ, KVO, കീപ് വെയിൻ ഓപ്പൺ. ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ L ആണ്. എന്താണ്? ലിറ്റർ ആണ്, ലിറ്റർ എന്നാണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ L, ലിറ്റർ എന്നാണ്. ഓക്കെ, അടുത്തതാണ് LAC. എന്താണ്? എക്സ്പാൻഷൻ. ലാസറേഷൻ. ലാസറേഷൻ മീൻസ് എന്താ? മുറിവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ലാസറേഷൻ മീൻസ് മുറിവ് എന്നുള്ള അർത്ഥമാണ്. അതുപോലെ ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി. ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി. കോളക്ടമി എന്ന് പറയുമ്പോൾ എന്താണ്? കോളൻ, നമ്മുടെ കുടൽ അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ലാപ്രോസ്കോപ്പി ചെയ്യില്ലേ, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യില്ലേ, അതാണ് കേട്ടോ ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി. നമ്മൾ കുടൽ സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ലാപ്രോസ്കോപ്പിക് സർജറി ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ലാസറേഷൻ എന്നുള്ളൊരു എക്സ്പാൻഷൻ ഉണ്ട്. അതുകൂടാതെ ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി. അടുത്തതാണ് LBS, പൗണ്ട് എന്നാണ് കേട്ടോ. LBS എന്താണ്? പൗണ്ട് കേട്ടോ, പൗണ്ട്. ഓക്കെ, അടുത്തതാണ് LE, ക്യാപിറ്റൽ ലെറ്റർ LE. 3 എക്സ്പാൻഷൻസ് ആണ്. ഒന്ന് ലോവർ എക്സ്ട്രിമിറ്റി, ഇതാണ് ലോവർ എക്സ്ട്രിമിറ്റി കേട്ടോ. ഓക്കെ, ലോവർ എക്സ്ട്രിമിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിപ്പ് ടു ടോ വരെയുള്ള ഭാഗമാണ്, നമ്മുടെ താഴത്തേക്കുള്ള ഭാഗം. നമ്മുടെ ഹിപ്പ് തൊട്ട് ടോ മീൻസ് നമ്മുടെ എന്താ പറയാ, വിരല്, കാലിന്റെ വിരലുകൾ വരെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ ലോവർ എക്സ്ട്രിമിറ്റി എന്നാണ് പറയാ. അതുപോലെ തന്നെ ലെഫ്റ്റ് ഐ കേട്ടോ, ലെഫ്റ്റ് ഐ. പിന്നെ വേറൊരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ലൂപ്പസ് എറിത്തിമാറ്റോസസ് എന്നാണ് കേട്ടോ. ലൂപ്പസ് എറിത്തിമാറ്റോസസ്, ദാറ്റ് മീൻസ് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ലൂപ്പസ് എറിത്തിമാറ്റോസസ് എന്നാണ് പറയാം. അപ്പൊ ഓക്കെ, 3 എക്സ്പാൻഷൻ ആണ്. ലോവർ എക്സ്ട്രിമിറ്റി, ലെഫ്റ്റ് ഐ ആൻഡ് ലൂപ്പസ് എറിത്തിമാറ്റോസസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് LLL. എന്താണ്? ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലെങ് എന്നാണ് കേട്ടോ. ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലെങ്, ശ്വാസകോശമാണ് കേട്ടോ. LLQ എന്താണ്? ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. ആണ് ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. LLQ, ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. അടുത്തതാണ് L/M. L/M എന്താണെന്ന് അറിയോ? ലിറ്റേഴ്സ് പെർ മിനിറ്റ് എന്നാണ് കേട്ടോ. ഇതാണ് ലിറ്റേഴ്സ് പെർ മിനിറ്റ്. ഇതാണ് L/M, ലിറ്റേഴ്സ് പെർ മിനിറ്റ്. അടുത്തതാണ് LMP. എന്താണ്? ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ് എന്നാണ് കേട്ടോ. ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ്. അടുത്തതാണ് LOC. രണ്ട് എക്സ്പാൻഷൻ ആണ്. ഒന്ന് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, രണ്ട് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ഇതൊക്കെയാണ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സും ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സും. അടുത്തതാണ് LPM. എന്താണ്? ലിറ്റേഴ്സ് പെർ മിനിറ്റ് എന്നാണ് കേട്ടോ. ലിറ്റേഴ്സ് പെർ മിനിറ്റ്. അടുത്തതാണ് LPN. എന്താണ്? ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ് എന്നാണ്. ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ്. ഓക്കെ, എല്ലാം എന്താണ്? ലാക്ടേറ്റഡ് റിക്കേഴ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ IV ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന ഇതിൽ നമ്മൾ തൂക്കിയിട്ടില്ലേ, ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ലാക്ടേറ്റഡ് റിങ്കർ എന്നാണ് പറയുക കേട്ടോ. ലാക്ടേറ്റഡ് റിക്കേഴ്സ് ആണ്, സൊല്യൂഷൻ ആണ്, അതായത് സൊല്യൂഷൻ ലൈഫ് മെഡിസിൻസ് ആണ്. നമ്മൾ IV ഒക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ബോട്ടിൽ നമ്മൾ കമത്തി വെക്കുന്ന ആ സംഭവം ഉണ്ട്, അത് ലാക്ടേറ്റഡ് റിങ്കേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ? മാർക്ക് ചെയ്തോളൂ കേട്ടോ, നമ്പേഴ്സ് മാർക്ക് ചെയ്ത് വെക്കാം. 147, 147 കേട്ടോ. 147, 150, 150, 150,
152 152 152 153 153 154 154 161 162 164 ഏതൊക്കെയാണ് 147 150 152 153 154 161 162 and 164. Okay, clear. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. Okay. നെക്സ്റ്റ് പേജിലോട്ട് പോവാം. അടുത്ത പേജില് 166 തൊട്ടാണ് കേട്ടോ. 166 തൊട്ട് 188 വരെയാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് വൺ LST. LST എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? LST എന്താണ് സംഭവം? ലിസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ് എന്നാണ് കേട്ടോ. അതൊരു സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ആണ് LST. നിങ്ങൾ ഈ ഡ്രഗിന്റെ ഒക്കെ കേട്ടിട്ടില്ല, LSD എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. അതൊരു സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഡ്രഗ് ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാര് മയക്കുമരുന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കില്ല. അതിനകത്ത് വരുന്ന ഒരു സംഭവമാണ് LSD എന്ന് പറയുന്നത് കേട്ടോ. ലിസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ് എന്നാണ്. ഇതൊരു സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഡ്രഗ് ആണ് കേട്ടോ. പക്ഷെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആൽക്കഹോളിസം ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രഗ് ആണ് കേട്ടോ. അത് ലിസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ്. ഓക്കെ, LUA എന്താണ്? ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ് ആണ് കേട്ടോ. LUA എന്താണ്? ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്. അടുത്തത് LUQ. LUQ എന്താണ്? ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. നിങ്ങൾ ടെക്സ്റ്റിൽ തിരിച്ചിട്ടല്ലേ കിടക്കുന്നത്? LUQ ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. അങ്ങനെയല്ലേ കിടക്കുന്നേ? ആണോ? ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ അല്ല? അയ്യോ, ഒന്ന് തിരുത്ത് കേട്ടോ. ഒന്ന് തിരുത്തി എഴുതി. LUQ ആണ് കേട്ടോ. LUQ എന്താണ്? ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് കേട്ടോ. ക്വാഡ്രന്റ് QUARDRANT ക്വാഡ്രന്റ് ഓഫ് ദ ലങ് അല്ല, അബ്ഡോമൻ ആണ് കേട്ടോ. അബ്ഡോമൻ ABDOMEN അബ്ഡോമൻ. ഓക്കെ, ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. ഓക്കെ, ഇതിലുള്ള LUQ എന്താണ്? ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. അടുത്തതാണ് LVN. LVN എന്താണ്? ലൈസൻസ്ഡ് വൊക്കേഷണൽ നഴ്സ് എന്നാണ് കേട്ടോ. ലൈസൻസ്ഡ് വൊക്കേഷണൽ നഴ്സ്. ഓക്കെ, സ്മോൾ എൻ എന്താണ്? മീറ്റർ. സ്മോളർ മീറ്റർ എന്നാണ് കേട്ടോ. അടുത്തത് MAE. ക്യാപിറ്റൽ MAE എന്താണ്? മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ്. മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് എന്ന് പറയുന്നത് എല്ലാ എക്സ്ട്രിമിറ്റീസും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സ്ട്രിമിറ്റിയിലാണ് നമ്മുടെ കൈകള്, നമ്മുടെ കാലുകള്, കൈവിരലുകള്, കാൽവിരലുകൾ, ഇതൊക്കെയാണ് നമ്മുടെ എക്സ്ട്രിമിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ മൂവ്മെന്റുമായിട്ട്, നമ്മുടെ മോട്ടോർ ഫംഗ്ഷനുമായിട്ട്, നമ്മുടെ ചലനശേഷി അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ.
മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് മീൻസ് മൂവ്സ് എന്താണ് ഈ പറയുന്ന ലെഗ്സ് പിന്നെ കൈകള് അല്ലെ കൈകള് കൈവിരലുകള് കാലുവിരലുകളൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെയാണ് മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് വരുത്തി ചോദിക്കുന്നത്? ടൈപ്പ് ചെയ്യുന്നില്ല, ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞല്ലോ. ലെഫ്റ്റ് അപ്പർ വരെ കറക്റ്റ് ആണ്. ലോഗ് വെട്ടിട്ട് ക്വാഡ്രന്റ് ആക്കാം. QUAR QUARDRANT ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. ഓക്കെ. അടുത്തതാണ് MAEW. എന്താണ്? മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് വെൽ എന്ന് ചേർക്കണം കേട്ടോ. ഡബ്ല്യൂന്റെ വെൽ എന്നിവിടെ ചേർക്കണം. ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതി ചേർക്കണം കേട്ടോ. MAEW മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് വെൽ. WELL വെൽ. അതായത് നല്ല രീതിയിൽ നമുക്ക് കൈകളും കാലുകളും ഒക്കെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് വെൽ. അടുത്തതാണ് MAP. എന്താണ്? മീൻ ആർട്ടീരിയൽ പ്രഷർ എന്നാണ് കേട്ടോ. മീൻ ആർട്ടീരിയൽ പ്രഷർ. ഓക്കെ. ഇന്ന് അത്രയും മതി കേട്ടോ. അത് നമുക്ക് അവസാനിപ്പിക്കാം. 173 വരെയാണ് നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ. 173. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളത് നാളത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. Thank you, ma'am.